ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? സോ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ ചാനലല്ല, മറിച്ച് ഞാൻ ഓൾറെഡി എൻട്രി ചെയ്ത അല്ലെങ്കിൽ ഞാൻ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സുകളുടെ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ ആണ്. അത് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതെ നിങ്ങളുടെ ട്രേഡിംഗ് നോളേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഓക്കെ. ആൻഡ് വീഡിയോയിലേക്ക് പോകും മുന്നേ നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോക്കിലേക്ക് പോകും മുന്നേ നിഫ്റ്റിയുടെ ഒരു വ്യൂ ഓവറോൾ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായതല്ലേ. ഈ ഒരു സോണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 26,351 റേഞ്ചിൽ നിന്നും തിരിച്ചിറങ്ങി ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടലി മാർക്കറ്റിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ പോസിറ്റീവ് ആവണമെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ആവണം. 24,770 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടോട്ടലി ഒരു സ്ട്രക്ചറലി പോസിറ്റീവ് ആവും. ആൻഡ് നിലവിലെ വ്യൂ നമുക്കൊന്ന് പറയാം. മാർക്കറ്റ് ഡൗൺ സൈഡ് പോയ ശേഷം അപ്പ് സൈഡ് വരുന്നു, അതിൻ്റെ ഒരു റീടെസ്റ്റ് എന്നൊരു ലെവലിൽ നിൽക്കുകയാണ്. സോ മേ ബി മാർക്കറ്റ് ഇനി വരുന്ന ആഴ്ചകളിൽ ഈ ഹൈ എടുക്കാനായിട്ട് പോകും. ഒരു 2% മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഇപ്പോഴത്തെ മൺഡേത്തെ ഒരു ടോട്ടൽ വ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മൺഡേ നമുക്ക് എന്തായാലും ഒരു ഡിമാൻഡ് സോണായിട്ട് 24,000 തന്നെ കണ്ടിന്യൂ ചെയ്ത് ആക്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നിഫ്റ്റി നമുക്ക് എന്തായാലും ഒരു ബുളിഷ് ആണ് എൻ്റെ മൈൻഡ് സെറ്റിലുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റോക്ക്, നമ്മുടെ അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഒന്നായ സ്കിപ്പർ, ഇത് ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തതാണ്. ആൻഡ് നമ്മുടെ ചാനലിലും ഞാൻ എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു 600 റേഞ്ച് ആയിരിക്കും ഞാൻ ആദ്യം ടാർഗറ്റ് വയ്ക്കുക. അതിനുശേഷം 650 സ്കിപ്പറിലെ എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, സ്കിപ്പറിന്റെ ഒരു ടോട്ടൽ ഒരു നല്ല ഡിമാൻഡ് സോണായിട്ട് 300 ആക്ട് ചെയ്യുന്നത്. കാര്യം പലവട്ടം 300 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരുപാട് തവണ കണ്ടിട്ടില്ലേ, ഈ ഒരു റേഞ്ച് അഞ്ചാമത്തെ തവണ 300 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്കായി. ആൻഡ് ഇവിടെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ നിലവിലുണ്ട്. സോ സ്ട്രക്ചറലി മാർക്കറ്റ് ബുള്ളിഷ് ആണ് സ്കിപ്പറിൽ. ആൻഡ് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന സോൺ എന്ന് പറയുന്നത് 520 റേഞ്ചാണ്. ഓക്കെ. 520 റേഞ്ച് മാർക്കറ്റിന്റെ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് 500 എന്ന് പറയുന്നത് ഒരു ടോട്ടലി മാർക്കറ്റിന്റെ ഒരു സൈക്കോളജിക്കൽ ഡിമാൻഡുമായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നിട്ടുണ്ട്. ആൻഡ് എബോവ് 560 നല്ല മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. 560 എബോവ് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ സ്കിപ്പർ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുകയാണ്. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലും സ്കിപ്പറിന്റെ കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. സ്കിപ്പർ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടാവും സ്കിപ്പർ. ഓക്കെ. സ്കിപ്പർ ഞാൻ വ്യാഴാഴ്ചയാണ് തോന്നുന്നു ഇട്ടത്. സ്കിപ്പർ 550 റേഞ്ചിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 600, 620, 630 റേഞ്ചിൽ ഞാൻ ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് സ്കിപ്പറാണ് അടുത്ത ആഴ്ചയിലേക്കുള്ളത്. ഓൾറെഡി എൻ്റെ ഒരു സ്റ്റോക്കാണ്. അടുത്തത് ഗോ കളേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഗോ ഫാഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ സ്റ്റോക്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ചാർട്ടാണ്. ഡൗൺ ട്രെൻഡ് സ്റ്റോക്കാണ്. ആദ്യമേ നമുക്ക് അത് ചർച്ച ചെയ്യാം. ഡൗൺ ട്രെൻഡ് സ്റ്റോക്കാണ്. ഇതിൻ്റെ IPO ബേസിൽ നിന്നെല്ലാം ഡൗൺ സൈഡ് പോയ സ്റ്റോക്കാണ്. 1453 വരെ റേഞ്ചിൽ ബ്രേക്ക് ചെയ്തിരുന്ന സ്റ്റോക്ക് നിലവിൽ 344 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ട്രേഡിംഗ് ഡിസിഷന്റെ ലോജിക്ക് എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് റിവേഴ്സലിന് ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. വീക്ക്ലി ചാർട്ട് എടുക്കാം. ഓക്കെ. വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സലിനുള്ള ശ്രമം നടത്തുകയാണ്. ആൻഡ് ലാസ്റ്റ് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഈ ഒരു നല്ലൊരു കൺസോളിഡേഷൻ ഫേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഒരു മീഡിയം ടേം ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇതിൽ എൻ്റർ ആയിരിക്കുന്നത്. 320 റേഞ്ചിലാണ് ഞാൻ എൻ്റർ ആയിരിക്കുന്നത്. ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത് 400 റേഞ്ചാണ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. അതായത് 30% മിനിമം ടാർഗറ്റ് ഞാൻ ഇതിൽ നിന്ന് എടുക്കാനാണ് ശ്രമിക്കുന്നത്. കാര്യം സ്ട്രക്ചറലി നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. ഡിമാൻഡ് സോൺ 300 റേഞ്ചാണ് കേട്ടോ. 310-300 റേഞ്ച് ഡിമാൻഡ് സോൺ ആക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കൺസോളിഡേഷൻ ആദ്യം ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് കണ്ടില്ലേ, ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു കൺസോളിഡേഷന്റെ ഹൈയിൽ റീടെസ്റ്റും ചെയ്ത് മാർക്കറ്റ് നിൽക്കുക. ഗോ ഫാഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. സോ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക. മീഡിയം ടേമിനാണ് ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായം. ഓക്കെ. അടുത്തത് NIACL എന്ന് പറഞ്ഞ കമ്പനിയാണ്. ന്യൂ ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിന്റെ ഒരു ലോങ് ടേം സപ്ലൈ സോണാണ് 217 തൊട്ട് 220 റേഞ്ച് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ആ ഒരു സപ്ലൈ റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആണ് ഈ സ്റ്റോക്കും. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 340 എന്ന സ്റ്റോക്ക് റേഞ്ചിൽ നിന്നും 130 വരെ വരുന്നു. അവിടെ ശേഷം 208 പോകുന്നു, വീണ്ടും ഡൗൺ സൈഡ് വരുന്നു. സോ സ്ട്രക്ചറലി ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് ആണ്. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഹയർ ഹൈ തരാനുള്ള
ശ്രമത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, 180 184 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഞാൻ നല്ല മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത് ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. 190 ബ്രേക്ക് ചെയ്താൽ 217 റേഞ്ചിലേക്ക് ഒരു ക്വിക്ക് മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൊമെന്റം ട്രേഡ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു 14 to 20% മൂവ്മെന്റ് ഇനിഷ്യൽ ആയിട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ NASDAQ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് മാത്രമേ ഇതിൽ നിന്നൊക്കെ ഉള്ളൂ. ഡിമാൻഡ് ആയിട്ട് 170 ആക്ട് ചെയ്യാം. ഓക്കെ, 170 ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. NIACL. ഓക്കെ, അടുത്തത് വോക്ക് ഫാർമ നമ്മൾ പലവട്ടം പബ്ലിക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. വോക്ക് ഫാർമയുടെ പ്രൈസ് ആക്ഷനും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ബൈയിങ് പുഷ് ലാസ്റ്റ് ഫ്രൈഡേ, അതായത് ഈ ഫ്രൈഡേ ഒരു ബൈയിങ് പുഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മിനിമം ഞാൻ ഇത് ഹോൾഡ് ചെയ്യുന്നത് എത്ര പെർസെന്റ് ആണെന്ന് ഞാൻ പറയാം. മാക്സിമം ഒരു 26 to 30% മൂവ്മെന്റിന് ഞാനിത് വിൽക്കത്തുള്ളൂ. ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിന്റെ ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ 1800 ഈ റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മാർക്കറ്റ് അപ്സൈഡ് പോയി നല്ല പ്രോഫിറ്റ് വന്ന ശേഷം ഡൗൺ സൈഡ് വരെയാണ് ഉണ്ടായത്. സോ ബട്ട് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യും. ഒരു 30% പ്രോഫിറ്റ് ഇതിൽ നിന്ന് ബുക്ക് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുക. വോക്ക് ഹാർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത സ്റ്റോക്ക് അർബൻ കമ്പനിയാണ്. അർബൻ കമ്പനി നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് അർബൻ കമ്പനി. 129 റേഞ്ച് നമ്മൾ വാങ്ങിയിരുന്നു. ഇപ്പം എന്താ ഈ ഒരു ഹയർ ഒരു 158 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും അർബൻ കമ്പനിയിൽ 200 ആയിരിക്കും എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഒരു 30% മൂവ്മെന്റ് ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഓൾറെഡി പ്രോഫിറ്റിലാണ്. ഓക്കെ, അർബൻ കമ്പനിയുടെ കാര്യമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് 2-3 ആഴ്ചയായി. അർബൻ കമ്പനിയൊക്കെ കമ്പനി നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ നല്ലൊരു മൂവ്മെന്റ് 13% മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. 15% മൂവ്മെന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 200 ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ്. സോ മീഡിയം ടേം ഇതും ഹോൾഡ് ചെയ്യാൻ ബെറ്ററാണ്. അർബൻ കമ്പനി ലിമിറ്റഡ്. അടുത്ത കമ്പനി സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിമിറ്റഡ്. കണ്ടില്ലേ, വളരെ അപ് ട്രെൻഡ് പോകുന്ന സ്റ്റോക്കാണ്. അപ് ട്രെൻഡ് പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് എപ്പോഴും ഹയർ ഹൈസ് തന്നേ പോകത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യുന്നവർ വളരെ കുറവാണ്. പേടിച്ച് വിറ്റ് പോകുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളവർ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ അടുത്തേക്കാണ്. സ്കൈ ഗോൾഡിന്റെ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ക്ഷമിക്കുക, സൗണ്ട് ഡിസ്റ്റർബൻസ് ക്ഷമിക്കുക, വീട്ടിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 803 റേഞ്ചിൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് വന്നിട്ട് വെച്ചിരിക്കുന്നത് 857 ആൻഡ് 900 ആയിരിക്കും. മൊമെന്റം ട്രേഡിൽ ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്കൈ ഗോൾഡിന്റെ ഒരു പ്രൈസ് ആക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഗ്യാപ്പ് ഏരിയ മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവും മേ ബി. ഓക്കെ, ഈ ഗ്യാപ്പ് ഏരിയ മേ ബി മാർക്കറ്റ് ഫില്ല് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുൾ കൺട്രോൾഡ് ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുക. മേ ബി ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇറങ്ങിയ ശേഷം ആയിരിക്കും മേ ബി ഒരു കുറച്ച് ദിവസം കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. സോ എപ്പോഴും ആ ഒരു ഫോക്കസ് വെച്ചേക്കുക. ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഗ്യാപ്പ് ഏരിയ ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവരും വാച്ച് ചെയ്യുക. നല്ല സെറ്റപ്പ് ആയിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത കമ്പനി ബ്ലൂ സ്റ്റോൺ ആണ്. ഓക്കെ, ബ്ലൂ സ്റ്റോൺ ആൻഡ് ജ്വല്ലറി. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറിയുടെ 2 സ്റ്റോക്കുകളാണ് നമ്മൾ ജ്വല്ലറി ബേസ് ചെയ്യുന്ന എടുത്തത്, ബ്ലൂ സ്റ്റോണും ആൻഡ് സ്കൈ ഗോൾഡും. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും സ്ട്രക്ചറലി എന്താ പറയുക ബ്രേക്ക് ഔട്ട് റീറ്റെസ്റ്റ് സെറ്റപ്പാണ്. അപ്പം ബ്ലൂ സ്റ്റോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 846 റേഞ്ചിൽ ഇന്നലെ നല്ലൊരു മൊമെന്റം ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഹൈ ടേക്ക് ഔട്ട്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുക എന്നതായിരിക്കും. മെയിൻലി ഒരു 6% to 8% മൊമെന്റം ട്രേഡിന്റെ ഭാഗമായിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഞാൻ ഇത് ഡൗൺ സൈഡ് വന്നാലും ഞാൻ കൂടുതൽ ആഡ് ചെയ്യത്തേ ഉള്ളൂ. 765-750 റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ബ്ലൂ സ്റ്റോൺ ജ്വല്ലറിയിൽ. ആൻഡ് മൊമെന്റം ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ 840 താഴെ വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇത് ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് ഈ ഒരു ഹൈ ഒക്കെ റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഒന്നും ഇല്ലാന്ന് തന്നെ. ഓക്കെ, സോ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ഹോൾഡ് ചെയ്യുക. അടുത്ത സ്റ്റോക്ക് ഇതും പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഒരു മാസം മുന്നേ ഇട്ടിട്ടുണ്ട്. എറ്റേണൽ ലിമിറ്റഡ് ആണ്. കണ്ടില്ലേ, ഓൾറെഡി മാർക്ക്ഡ് ആണ്. എൻ്റെ ഒരു സെല്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് 350 360 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം 328 ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 322 റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 328 മുകളിൽ ട്രേഡും ചെയ്യുന്നുണ്ട്. സോ നല്ല സപ്പോർട്ടായിട്ട് 315 ഇനി ട്രേഡ് എന്താ പറയുക നോക്കുന്ന ആളുകൾക്കും
ശ്രദ്ധിക്കുക, ഈ ഒരു റേഞ്ച് വളരെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഇത്രയും സ്റ്റോക്സുകളാണ് അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.